ഇടമൺ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി ഭരണസമിതി അംഗമായ അഖിൽ ചന്ദ്രൻ ചുമതലയേറ്റു. ഈ ഭരണസമിതിയുടെ ഒരു ഭരണ തുടർച്ചയാണ് ഇപ്പോൾ നടന്നത്. കാരണം 2.5 വർഷക്കാലം CPIയുടെ നേതൃത്വത്തിലുള്ള പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം അടുത്ത പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ ഭരണസമിതി ഞങ്ങൾ 2023 ഒക്ടോബറിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ ബാങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ ബാങ്കിലൊരു മെഡിക്കൽ ലാബ് തുടങ്ങി, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ വിപുലീകരിച്ച് പ്രവർത്തനം നടത്തി. എല്ലാം ഞങ്ങളുടെ ഭരണസമിതി ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതേപോലെ തന്നെ ലാഭവിഹിതം നൽകുന്നൊരു ബാങ്കായി, ലാഭത്തിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്കായി ഈ ബാങ്കാണ്. തുടർന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബാങ്കിൻ്റെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു മാത്രം. ചുമതലയേറ്റു. 2023 ഒക്ടോബറിൽ അധികാരമേറ്റ ഭരണസമിതിയുടെ മുന്നണി ധാരണ പ്രകാരം 2.5 വർഷത്തെ CPI പ്രസിഡന്റ് കാലാവധിക്ക് ശേഷമാണ് CPM പ്രതിനിധിയായ അഖിൽ ചന്ദ്രൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണസമിതി അംഗം ഷിബു വർഗീസ് അഖിൽ ചന്ദ്രന്റെ പേര് നിർദ്ദേശിക്കുകയും ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എബി ഷൈനു പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ചേർന്ന ഭരണസമിതി യോഗം ഐക്യകണ്ഠേന അഖിൽ ചന്ദ്രനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുക്ക പ്രസിഡന്റിനെ ഷോൾ അണിയിച്ച് അഭിവാദ്യം ചെയ്തു. സജീവ സാന്നിധ്യമായ അഖിൽ ചന്ദ്രൻ നിലവിൽ DYFI പുല്ലൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗമാണ്. യുവത്വത്തിൻ്റെ ഊർജ്ജവും നവീന കാഴ്ചപ്പാടും സഹകരണ മേഖലയിലെ പ്രവർത്തന പരിചയവും ഇടമൺ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കൂടുതൽ വളർച്ചയ്ക്കും ജനകീയ പ്രവർത്തനങ്ങൾക്കും കരുത്താകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ബാങ്കിൻ്റെ വികസനത്തിനും അംഗങ്ങളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകി പ്രവർത്തിക്കുമെന്ന് പുതിയ പ്രസിഡന്റ് അഖിൽ ചന്ദ്രൻ ഉറപ്പു നൽകി. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. 1924 രൂപമെടുത്തതാണ് ഇടമൺ സർവീസ് സഹകരണ ബാങ്ക്. 687 ക്ലിപ്തം എന്ന ഈ സ്ഥാപനം, ഇത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളും സാമ്പത്തികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുമായിട്ടും അവരോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ഇതിൻ്റെ പുതിയ പ്രസിഡന്റ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ 2023 മുതൽ 28 വരെയുള്ള 5 വർഷക്കാലത്തിൽ ആദ്യത്തെ 2.5 വർഷക്കാലം LDFിൻ്റെ കക്ഷിയായ CPIയിൽ നിന്നും അടുത്ത 2.5 വർഷക്കാലം CPMലേക്ക് മാറുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലം ഈ ഡയറക്ടർ ബോർഡിൻ്റെ പ്രസിഡന്റ് ചുമതലയിലായിരുന്നു ഞാൻ. ഇന്ന് ശ്രീ അഖിൽ ചന്ദ്രൻ ആ ചുമതല ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും ഈ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മായി പറയുകയാണെങ്കിൽ ഇത് 9 പേരടങ്ങുന്ന ഒരു മുന്നണിയാണ്, ഒരു ഭരണസമിതി അംഗങ്ങളാണ് ഇതിൻ്റെ ഭരണം നടത്തുന്നത്. 5 പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയിൽ നിന്നും 4 പേർ CPMൽ നിന്നുമാണ് ഇതിൻ്റെ ഭരണസാരഥ്യ രംഗത്തേക്ക് ഈ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നത്. അതിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 3, മറ്റേ ആളുകൾ അങ്ങനെ 6, അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1924 മുതൽ 100 വർഷം പിന്നിട്ട ബാങ്കിൻ്റെ 100ാം ആഘോഷ പരിപാടി മുൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവിൻ്റെ നേതൃത്വത്തിലൂടെ നടത്തുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് വെള്ളിമലയിൽ ഒരു ബ്രാഞ്ചുണ്ട്, ഒപ്പം ഞങ്ങൾക്ക് ചാലിക്കരയിൽ ഒരു ബ്രാഞ്ചുണ്ട്. ഏതാണ്ട് 14,877 അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത്. ഏതാണ്ട് ജീവനക്കാർ 14 സ്ഥിര ജീവനക്കാരും, അതുപോലെ തന്നെ മെഡിക്കൽ ലാബ്, നീതി സ്റ്റോർ, വളം ഡിപ്പോ ഇവയൊക്കെ കീഴിൽ ഏതാണ്ട് 20ഓളം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 5 കളക്ഷൻ ഏജന്റുമാർ, ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ ചിട്ടി. കഴിഞ്ഞ